നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം നടക്കുകയാണ്. ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥിയായ കൊടിക്കുന്നിൽ സുരേഷും NDA സ്ഥാനാർത്ഥിയായ ഓം ബിർളയും തമ്മിലാണ് മത്സരം. അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള MP ആണ് ഓം ബിർള. തുടർച്ചയായി 3-ാം തവണയാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുന്നത്. 17-ാം ലോക്സഭയിലെ സ്പീക്കറായിരുന്നു അദ്ദേഹം. ഇത് 2-ാം തവണയാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയെ NDA പരിഗണിക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ ഉറപ്പ് ലഭിക്കാത്തതിനാലാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് ഓം ബിർളയ്ക്കെതിരായി മത്സരിക്കാൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് ആദ്യമായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാവേലിക്കരയിൽ നിന്നുള്ള MP ആണ് കൊടിക്കുന്നിൽ സുരേഷ്. 3 സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ കൊടിക്കുന്നിൽ സമർപ്പിച്ചു. നാളെയാണ് ലോക്സഭാ സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുക. ഇന്ന് 12 മണി വരെയായിരുന്നു നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയം. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷ നേതാവിനെ പ്രഖ്യാപിക്കും. രാഹുൽ ഗാന്ധി തന്നെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. അക്ഷരമാല ക്രമത്തിൽ മഹാരാഷ്ട്ര മുതൽ പശ്ചിമ ബംഗാൾ വരെയുള്ള സംസ്ഥാനങ്ങളിലെ MP-മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഹുൽ ഗാന്ധി, അഖിലേഷ് യാദവ്, യൂസഫ് പാത്താൻ അടക്കമുള്ളവരുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും.